മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ നേരിടുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി കെ.ടി. മുജീബാണ്. എൻ.സി.പിയുടെ നേതാവാണ്. എന്താണ് മലപ്പുറത്ത് നമ്മുടെ സാധ്യത എത്രമാത്രം? മലപ്പുറത്ത് നമ്മുടെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും നല്ലൊരു ആവേശത്തിലാണ്. കാരണം കഴിഞ്ഞ ഏതാണ്ട് ഒരു 30-40 വർഷമായിട്ട് ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലുകളും താലൂക്ക് ഹോസ്പിറ്റലൊക്കെ സന്ദർശിച്ചാൽ മനസ്സിലാവും. ഇവിടുത്തെ സാധാരണക്കാരുടെ വികാരങ്ങൾ ഇതുവരെ ജയിച്ചു പോകുന്ന ആളുകൾക്ക് എതിരാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളും വലതുപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാടും രണ്ടാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട്. അപ്പോൾ ആ ഒരു തുടർച്ച ഈ മണ്ഡലത്തിലും വേണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, മലപ്പുറം മറ്റുള്ള എല്ലാ സ്ഥലങ്ങളെക്കാളും വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇടതുപക്ഷത്തിന് കൂടുതൽ സാധ്യത നമ്മൾ കാണുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത സമയത്താണല്ലോ സാധാരണഗതിയിൽ ഇത്തരക്കാർക്കുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസം വർദ്ധിച്ചു വരുന്ന നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഒരു നല്ലൊരു കൂട്ടം യുവാക്കൾ നമുക്ക് വേണ്ടിയിട്ട് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രത്യാശ നൽകുന്ന കാര്യമാണ്, വിജയപ്രതീക്ഷയും നൽകുന്നുണ്ട്. മലപ്പുറത്ത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം നമ്മൾ മുന്നേറ്റം ഒന്നുമില്ല, തുടർ ഭരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിലവസരങ്ങളില്ല. അതായത് ഇവിടുത്തെ ജനപ്രതിനിധികൾ ചെയ്യേണ്ടിയിരുന്ന മൈക്രോ മിനി തരത്തിലുള്ള ഈ ഓരോ പ്രോജക്റ്റുകളുണ്ട്, ഓരോ ഗ്രാമങ്ങളിൽ തൊഴിലവസരം സൃഷ്ടിക്കൽ, അത്തരം കാര്യങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ പരാജയമാണ്. കാരണം അല്ലാത്ത അവസരത്തിൽ ഏറ്റവും കൂടുതൽ അറിയാമല്ലോ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ പോയിട്ട് ആളുകൾ ബുദ്ധിമുട്ടാണ്. മക്കളെ കാത്തിട്ടും പൈസ കാത്തിട്ടും ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഈ നാട്ടിൽ വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ വികസനപരമായിട്ടോ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ ഈ നാട്ടിലുണ്ടാകുമായിരുന്നു ഇത്തരം അവസ്ഥ വരില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രോജക്റ്റുകൾ കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സമ്പൂർണ്ണ ഒരു പുരോഗതിയിലേക്കുള്ള ഒരു മാർഗ്ഗനിർദ്ദേശമാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും മുസ്ലിം ലീഗിനെതിരെ വികസനത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞാണ് ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ.ടി. മുജീബ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. മലപ്പുറത്തുനിന്നും ടി. കെ. അരവിന്ദൻ, അമൃത ന്യൂസ്.